ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദനും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നലത്തെ നമ്മൾ പ്രൊമോ വിശേഷം ഇട്ടില്ല. ഇന്ന് റിയൽ വിശേഷം അല്പം വൈകിയാണ് നമ്മൾ പറയുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ഗൗതമും നന്ദയും ഒരു യാത്രയിലാണ്. മാത്രമല്ല, പിങ്കിനെ കാണാനില്ല എന്നുള്ളതും വളരെ നമുക്കൊക്കെ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ കഥയിൽ പിങ്കിനെ കാണാനില്ല. അതിനോടൊപ്പം ഗൗതമും നന്ദയും ഒരു യാത്ര തിരിക്കുന്നതൊക്കെയാണ് എപ്പിസോഡിൽ കാണാൻ പോകുന്നുണ്ടോ. അതിലൊക്കെ ഉപരിയായിട്ട് ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പവിത്രയും സജീനും തമ്മിലുള്ള ബന്ധം, അവരുടെ കൂടിക്കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പൂർണ്ണമായിട്ടും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൗതമിനെയും നന്ദനെയും കാണുന്നില്ല എന്നും പിങ്കിയെ കാണുന്നില്ല എന്നും പറയുന്നത്, അല്ലാതെ മിസ്സിങ് അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സജീൻ്റെയും പവിത്രയുടെയും ബന്ധം അത് യഥാർത്ഥത്തിൽ ഉള്ള സംഭവമാണ് എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ സജയൻ എന്ന വ്യക്തി വെറും കെട്ടുകഥയുമായിട്ട് വന്ന വ്യക്തിയല്ലെന്നും സജയൻ്റെ ഭാര്യയായിരുന്നു പവിത്രയെന്നും തൻ്റെ പവിത്രയുടെ അച്ഛൻ വെളിപ്പെടുത്തുന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ പ്രേക്ഷകരായി നമ്മളെ അതിശയിപ്പിക്കുകയാണ്. കാരണം പവിത്ര ഇങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു, അരുണിൻ്റെ ഭാര്യ ആയിട്ട് മാത്രമാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇന്ദീവരത്തിൻ്റെ ഇളയ മരുമകളായി കണ്ടപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വികൃതികളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും കളവുകൾ ഒളിപ്പിച്ച് വെക്കുവാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ ഒരിക്കലും പവിത്രനെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന പവിത്ര സത്യത്തിൽ ഒരു വിവാഹം കഴിച്ച് വേറൊരു വ്യക്തിക്കൊപ്പം ജീവിതം ആരംഭിച്ചതിന് ശേഷം അരുണിനെ പ്രേമിക്കുകയും അരുണിനോടൊപ്പം ഇന്ത്യവൃത്ത് കയറിക്കൂടുകയും ചെയ്ത വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതറിയുമ്പോൾ മോഹിനിക്ക് വലിയ ഷോക്കും അതുപോലെ ഇന്ത്യവൃത്ത് തറവാട്ടുകാർക്ക് വലിയ ഷോക്കുമായിരിക്കും. എന്നാൽ അത് ഇന്നത്തെ എപ്പിസോഡിലൊന്നും അത് ഇന്ത്യവൃത്തം തറവാട്ടുകാർ അറിയുന്നില്ല. പക്ഷേങ്കിൽ അരുന്ധതി ഒരു വലിയൊരു കൽപ്പന പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. പവിത്ര എവിടെ പോയി, എന്തിനു പോയി, ആരുടെ കൂടെ പോയി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ അരുണിനെ വിളിച്ചു വരുത്തുന്നതൊക്കെ ഇന്നത്തെ വിഷയമാണ്. അപ്പോൾ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഇവർ കൂടി അരുന്ധതിയും മോഹിനിയും അതുപോലെ ലക്ഷ്മിയും ഇരുന്നിങ്ങനെ അവരൊരു വട്ടമേശ സമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പവിത്ര പോയ കാര്യം അരുന്ധതി അറിയുമ്പം അരുന്ധതി ചോദിക്കുകയാണ്, മോഹിനിയോട് പറഞ്ഞു, നിന്റെ മരുമോളല്ലേ അവൾ എവിടെ പോയി, ആരാണ് അവളെ വെളിയിൽ പോകാൻ അനുവാദം കൊടുത്തത് എന്ന് ചോദിച്ച് വരിഞ്ഞു മുറുക്കുക, അല്ലെങ്കിൽ ചോദ്യചിഹ്നം അല്ലെങ്കിൽ ചോദ്യവുമായിട്ട് മോഹിനിയെ വളരെ വിഷമിക്കുമ്പം മോഹിനി ഒടുവിൽ ആ സത്യം പറയാണ്, ഏട്ടത്തി ഞാനല്ല ഇതൊന്നും ചെയ്തത്, എല്ലാം ലക്ഷ്മിയടുത്ത് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയാം. അപ്പോൾ ലക്ഷ്മിയും ഉണ്ട് കൂടെ. ലക്ഷ്മിയും ഞെട്ടിപ്പോയി. ഇത് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ മോഹിനി നടത്തുമെന്ന് ലക്ഷ്മിയും ഓർത്തില്ല. അപ്പം പെട്ടെന്ന് അരുന്ധതി ചോദിക്കുക, ലക്ഷ്മി എന്താണ് ഈ കേൾക്കുന്നത്, ശരിയാണോ, നീയാണോ അനുവാദം കൊടുത്തത് അവൾക്ക് ഇവിടുന്ന് പോകുവാൻ? നിനക്കറിയത്തില്ലേ അവളെ ഇവിടുന്ന് എങ്ങും വിടില്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ? അരുണിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ച അന്ന് മുതൽ ഞാൻ അവനെ ഈ കുടുംബത്തിൽ കയറ്റേണ്ടതല്ല, പിന്നെ ഒരു മനസാക്ഷിയുടെ പേരിലാണ് അവരെ ഇവിടെ കയറ്റിയത്. നമുക്ക് ചേരുന്നൊരു ബന്ധമല്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ? അങ്ങനെ ഏറ്റവും തട്ടിലുള്ള ആ പവിത്രയുടെ വീട്ടുകാരുമായിട്ട് നമുക്ക് ബന്ധം പുലർത്തുവാൻ കഴിയുമോ? അങ്ങനെ ബന്ധം പുലർത്തിയാൽ അവർ കയറിയിറങ്ങി നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് കളയും. അതുകൊണ്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തതും പവിത്രയെ അങ്ങോട്ട് അടുപ്പിക്കാത്തതും. അതിനിടയിൽ നീ എന്താണ് ഈ ചെയ്തത് എന്ന് മോഹിനിയോട് ചോദിക്കുക കേട്ടോ. നമ്മുടെ ലക്ഷ്മിയോട് ചോദിക്കുക. അപ്പോൾ ലക്ഷ്മിയും പെട്ടുപോകും കേട്ടോ. ലക്ഷ്മിക്ക് ഇനി സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒടുവിൽ ലക്ഷ്മി പറയാട്ടത്തെ അങ്ങനെയല്ല, ഇനിയുള്ള കാര്യം ഞാൻ പറയാം എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് മോഹിനി ഓർക്ക്, ഇതെന്താണ് ഇനിയും സത്യമോ, ഇനിയും ഇവിടെ കള്ളത്തരവുകളൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അന്നേരം പറയാണ്, ഏട്ടത്തി അതങ്ങനെയല്ല, പൗത്രയുടെ ഒരു ചിറ്റയോ ബന്ധുക്കാരോ ഒരാൾ കാലൊടിഞ്ഞ് കിടക്കുകയോ ആക്സിഡൻ്റ് ഉണ്ടായി അവരെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ മോഹിനിയോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ബ്ലൗസ് മേടിക്കാനാണെന്നും പറഞ്ഞ് ഞാൻ കളവ് പറഞ്ഞാണ് അവളെ പറഞ്ഞു വിട്ടത്, മോഹിനിയുടെ അനുവാദം മേടിച്ചെടുത്തത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തേക്ക് ദേഷ്യം വരും കേട്ടോ. ഇതെന്തോ ആ മോഹിനി ലക്ഷ്മി നീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക. ഇതങ്ങനെ വിട്ടാൽ ശരിയാവുകയല്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനെത്രയും വേഗം അരുണിനെ വിളിച്ചു വരുത്തുക. എന്തിനാണ് അവൻ പോയത് എന്ന് അറിയണം എന്ന് പറയാം. അപ്പോൾ ഇതിനിടയിൽ പ്രതീക രഹസ്യങ്ങൾ ഇങ്ങനെ കേൾക്കുവാൻ വേണ്ടി നമ്മുടെ ഗിരിജ വരുന്നുണ്ട്. ഗിരിജ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിക്കുക കേട്ടോ, അതെ ഞാൻ ഈ കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല, പക്ഷേങ്കിൽ എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ എന്ന് പറയുക.
എന്നിട്ട് പറയും പവിത്ര ഇപ്പോൾ പോയെന്ന് പറയുന്നത് ഇവിടുന്ന് കളവ് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ലക്ഷ്മിയും അതിന് കളവിന് കൂട്ടുനിന്ന് സത്യത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അപ്പം അതുകൊണ്ട് പവിത്ര ഒരു നുണ പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞാണ് ഇവിടുന്ന് പോയത്, അതിന് തെളിവാണല്ലോ. അപ്പം യഥാർത്ഥത്തിൽ പവിത്രയുടെ ബന്ധുക്കാർ ആരെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കാരണം കളവുകൾ പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് സത്യമാണോ ഇല്ലയോ എന്ന് എന്താണ് നിങ്ങൾക്ക് ഉറപ്പ്? ഒരു പക്ഷെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതോ വേറെ ആരെങ്കിലും കാണാനാണോ, ഇന്നത്തെ കാലമാണേ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ എരിവ് കയറ്റി ചേട്ടോ. സ്ത്രീകളാ പെട്ടെന്ന് സ്ത്രീകളുടെ സ്വഭാവം മാറും. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച സ്ത്രീകൾ ഇങ്ങനെ ചെറിയ മതിലുചാട്ടമൊക്കെ ഉള്ള സ്വഭാവക്കാരാ. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്, ഇത് പവിത്ര ഇത് ബന്ധുവിനെ കാണാൻ പോയതാണോ അതോ മറ്റാരെങ്കിലും കാണാൻ പോയതാണോ എന്നെനിക്കൊരു സംശയമുണ്ടോ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി പറയും, ഗിരിജ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആവശ്യമില്ലാത്ത കാര്യമല്ല പറഞ്ഞ, അതിൻ്റെ തെളിവാണല്ലോ, ഇവിടുന്ന് തന്നെ കളവ് പറഞ്ഞിട്ടാണല്ലോ പോയത്. അതുകൊണ്ട് തന്നെ പവിത്ര എവിടെ പോയതാണെന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വശം കുത്തി വെച്ചിട്ട് അവിടുന്ന് പോകുന്നു. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ടെൻഷനായി. ശരിയാണല്ലോ, ആദ്യം തന്നെ കളവ് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നത്, അല്ലെങ്കിൽ പവിത്ര പറയുന്നത് ലക്ഷ്മിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് തന്നെ കളവാണല്ലോ, ഈ ബ്ലൗസ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ളതും കളവാണോ എന്ന് ലക്ഷ്മിക്കും അതുപോലെ മോഹിനിക്കും പ്രത്യേകിച്ച് ഏട്ടത്തിക്കും തോന്നുക. അപ്പോൾ ഏട്ടത്തി പറയാം ഇത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് എത്രയും വേഗം അരുണിനെ വിളിക്കാൻ പറയാം. അങ്ങനെ അരുണിനെ വിളിക്കുവാൻ വേണ്ടി ഫോൺ എടുക്കാൻ പോകുന്ന മോഹിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പവിത്ര ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച്, സജയൻ പറഞ്ഞ അനുസരിച്ച് ആ ബീച്ചിനടുത്തുള്ള ബോട്ടിയെട്ടിക്കടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ പരതി നോക്കുക, പക്ഷേ ആരും കാണുന്നില്ല. ഒടുവിൽ സജയൻ പതിയെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ വരിക പവിത്രയുടെ മുന്നിൽ. അപ്പോൾ പെട്ടെന്ന് പവിത്ര സജയനെ കണ്ട് ഞെട്ടിപ്പോട്ടോ. ഞെട്ടിപ്പോട്ട് സജയേട്ട എന്ന് വിളിക്കുന്നത് തന്നെ പഴയകാല അവരുടെ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണോ. അങ്ങനെ പവിത്രയും സജീനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. പവിത്രയോട് പറയുകയാണ്, നീ സജയേട്ട എന്ന് വിളിക്കില്ല, അതിനുള്ള അർഹത നിനക്കില്ല, ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് പറയുകയും അതുകൊണ്ട് ഇനി എന്നെ വിളിക്കാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറയാം. അപ്പോൾ പറയുന്നു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് സജയേട്ടൻ അറിയാമല്ലോ, ഞാൻ വിവാഹം കഴിച്ച സമയത്ത് എനിക്ക് എട്ടും പൊട്ടും അറിയത്തില്ലാത്തൊരു പെൺകുട്ടിയല്ലായിരുന്നോ, അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അതൊക്കെ അറിയാം, പക്ഷേ എങ്കിൽ ഇപ്പം നീ സുഖമായിട്ട് ഇന്ത്യവരത്ത് ജീവിക്കുന്നുണ്ടല്ലോ, കളവുകൾ മറച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞ് സജയൻ തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചെടുക്കുക. സാരമില്ല, ഇപ്പം എന്തായാലും ഞാനൊരു പറഞ്ഞ പോലെ നിനക്കൊരു സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ആ സമ്മാനം എന്താണെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് പവിത്ര എന്താണ് ഇതെന്ന് ആകാംക്ഷയോട് നോക്കുമ്പോൾ നമ്മുടെ പവിത്രയുടെ അച്ഛൻ, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, അവരുടെ മുൻപിലേക്ക് നിഷ്കളങ്കനായ ഒരു വ്യക്തി, നിഷ്കളങ്കനാണ് എന്ന് പ്രകടമാക്കുന്നുവെങ്കിലും മനസ്സിനുള്ളിൽ സമ്പാദ്യമുണ്ടാക്കണമെന്ന് വലിയൊരു ആക്രാന്തമുള്ള ഒരു അതിമോഹമുള്ളൊരു മനുഷ്യനായിട്ടാണ് വരുന്നത് കേട്ടോ. ഒരു പ്രായമുള്ള ആ മനുഷ്യൻ, അദ്ദേഹം ഈ പവിത്രയുടെ അച്ഛനെ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായി കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു അതിതാരമായിട്ട് പവിത്രയുടെ അച്ഛൻ ഇന്ന് എപ്പിസോഡിൽ വരുന്നു എന്നുള്ളതും ഒരു വിശേഷമാണ്. പിന്നെ അച്ഛൻ്റെയും മകളുടെയും സ്നേഹപ്രകടനങ്ങളാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മോളെ കാണുകയാണ്. മോളെ നിന്നെ എത്ര നാളെ കണ്ടിട്ട് ഇന്ത്യവരത്ത് കയറിയ പിന്നെ നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ നിന്നെ അവിടെ ഒന്ന് കാണാനോ ഞങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നല്ലോ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും ഒടുവിൽ ആ പ്രകടനത്തിനിടയിൽ നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് സജാ മോനെ ഇന്ന് കേൾക്കണം, പണ്ട് കാലത്ത് ഞാൻ ഷാപ്പിൽ നിന്ന് വരുമ്പോൾ, ഷാപ്പ് ജോലിക്കാനാട്ടോ യഥാർത്ഥത്തിൽ, ഷാപ്പിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മോള് കാത്തിരിക്കും ഞാൻ കൊണ്ടുവരുന്ന എന്താണ് ഞാൻ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് എന്ന സമ്മാനം എന്താണെന്നറിയാൻ. അപ്പോൾ ഞാൻ എന്നും കൊണ്ടു കൊടുക്കാറുള്ള ഒരു സമ്മാനമുണ്ട് എന്നും പറഞ്ഞൊരു കടലമുട്ടായി പാക്കറ്റ് എടുത്ത് പവിത്രയുടെ നേരെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം അസൂയോടെ അല്ലെങ്കിൽ ഒരു എന്തോ ഫീലിങ്സോട് കൂടി കണ്ടു നിൽക്കുന്ന സജയനെ നമുക്ക് കാണാം. അപ്പോൾ ഇവരുടെ സ്നേഹപ്രകടനത്തിനിടയിൽ സജയൻ അല്പം മുഖം മാറ്റി നിൽക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടക്കാതിരിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്. അതിനുശേഷം പവിത്ര എന്തായാലും ആദ്യമൊന്നും അടിച്ചെങ്കിലും ആ അച്ഛൻ തന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്ന ആ സമ്മാനം, ആ കടലമുട്ടായി എടുത്ത് കഴിക്കുകയാണ്. പിന്നെ സജയൻ അവരുടെ ഇടയിലേക്ക് കടന്നു വരികയും ഒടുവിൽ സജയൻ തൻ്റെ പവിത്രയുടെ അച്ഛനെ കയ്യിലെടുത്ത് ചില പുതിയ തന്ത്രങ്ങൾ, എന്താണ് ലക്ഷ്യമെന്നറിയത്തില്ല, അത് നമ്മൾ എന്തായാലും ലക്ഷ്യങ്ങൾ പവിത്രയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സജയൻ തീരുമാനിക്കുന്ന ചില രഹസ്യ കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം
അവർ വീണ്ടും ആ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുകയും നമ്മുടെ പവിത്രയുടെ അച്ഛൻ ആർത്തിമൂത്ത് ബിരിയാണി കഴിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ ഇന്നത്തെ എപ്പിസോഡുണ്ട്. അപ്പം വളരെ ദയനീയമായിട്ടിരിക്കുന്ന പവിത്രനെയും ഇതിനിടയിൽ നമ്മുടെ സജയും പറയുന്നുണ്ട്, നിന്റെ അച്ഛന് വലിയ കാശുകാരനാകണമെന്ന് അതിൻ്റെ ആഗ്രഹം, അതുകൊണ്ടാണല്ലോ ഇന്ത്യപുരത്ത് നീ പോയപ്പോഴും അദ്ദേഹം മിണ്ടാതിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഒന്നുമല്ലാത്തൊരവസ്ഥ, എങ്കിലും നിന്റെ അച്ഛന് ഇനിയും കോടീശ്വരനാകാൻ കഴിയും, അതിന് എന്നെക്കൊണ്ട് കഴിയും എന്ന് പറയുകയും അപ്പം അതിനു വേണ്ടി ചില പ്ലാനും പദ്ധതിയൊക്കെ നടത്തുകയും ചെയ്യുന്നൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സജയൻ ഈ പവിത്രയുടെ അച്ഛൻ പറയുന്ന ഓരോ സോപ്പിംഗ് വാക്കുകളും, ഇപ്പോൾ സജയനെ പവിത്രയുടെ അച്ഛൻ വാനോളം പുകഴ്ത്തി ഒരു ദൈവത്തെ പോലെ കാണുന്ന, അതിനിടയ്ക്കും സജയൻ പറയാം, താൻ വെറും ചതിയനാണെന്ന് എനിക്കറിയാം, ചതിയനാണല്ലോ, സ്വത്തുണ്ടാക്കുക പണമുണ്ടാക്കുക എന്നുള്ള വാശിയുടെ കൂടിയാണല്ലോ ഈ പല ചതികളും താൻ ചെയ്തത്, തന്നിൽ നിന്ന് പവിത്രനെ അകറ്റിയത് പോലും താൻ അതാണല്ലോ, അങ്ങനെ ചെയ്താണ്, ആ പൈസയോടുള്ള ആർത്തിമൂത്താണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം കാണുന്നത് പവിത്രയോട് ചില കാര്യങ്ങൾ, ഇനിയും നിന്റെ അച്ഛന് കോടീശ്വരനായി സുഖമായി ജീവിക്കുവാൻ നല്ലൊരു അവസരമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം എന്ന് പറയാം. അങ്ങനെ ആ കാര്യങ്ങൾ രഹസ്യമാട്ടോ, അതോ രഹസ്യമായിട്ട് അവർ പറയുന്ന ചില ഭാഗങ്ങൾ പവിത്രയോട്, നീ അങ്ങനെ ചെയ്താൽ നിന്റെ അച്ഛനും നിനക്കും രക്ഷപ്പെടാം എന്നൊരു ഭാഗം അവിടെ കാണുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് സസ്പെൻസ് ആയിട്ട് തന്നെ ഇടുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് പവിത്ര അച്ഛന് സന്തോഷമായി, മോളെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് പവിത്ര അവന് ചാടി എണീക്കുക, ഇല്ല ഒരിക്കലും നടക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടക്കില്ല എന്ന് പറഞ്ഞാൽ പവിത്ര ചാടി എണീക്കുന്ന. ഇത് കണ്ട നമ്മുടെ പവിത്രയുടെ അച്ഛന് ദേഷ്യം വരികയും ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ ചാടി എണീറ്റ്, ഞാൻ പറയുന്ന കേൾക്കും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കേൾപ്പിക്കും, അല്ലെങ്കിൽ അനുസരിപ്പിക്കും എന്ന് പറഞ്ഞ് എൻ്റെ പഴയ സ്വഭാവം നീ എടുപ്പിക്കില്ലേ എന്ന് പറഞ്ഞൊരു ഭീഷണി മുഴക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സജയൻ കൂളാക്കിയാണ്, അതായത് പവിത്രയുടെ അച്ഛനോട് പറയും, വിടമ്മാവ, അതൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, പവിത്ര നമ്മൾ പറയുന്നത് കേൾക്കുന്നേ, അതിനൊക്കെയുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പം പെട്ടെന്ന് പവിത്ര എന്തോ മുൻപിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പവിത്രനെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനെക്കുറിച്ചുള്ള സസ്പെൻസ് ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയുമാണ്. ഗൗതമും നന്ദയും വെളിയിൽ ഔട്ടിങ്ങിന് പോയില്ല, അതായത് ഗൗതം ജോലിക്കും പോയി, നമ്മുടെ നന്ദ ഹോസ്പിറ്റലിലേക്കും പോവുകയാണ്. അങ്ങനെയാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ അവർ പാതി വഴിയിൽ വെച്ച് ഒരു കടയിൽ കയറി ഇന്ന് അവർ കരിക്കുംവെള്ളം കുടിക്കുന്നതിനിടയിൽ ഗൗതമും നന്ദയും എന്താണ് ഗൗതം സാറിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ചില തമാശകളും, അല്ല ഞാനൊന്നും ലക്ഷ്യം വെച്ചിട്ടില്ല, പക്ഷേങ്കിൽ സാറിന് ഡ്യൂട്ടിക്ക് പോകണ്ടേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നാളെ പോയാലും കുഴപ്പമൊന്നുമില്ല, പിന്നെന്താണ് ലക്ഷ്യം, ഇന്നത്തെ പ്ലാൻ എന്നാന്ന് ചോദിക്കുമ്പോൾ, നമുക്കിന്ന് കറങ്ങിയാലോ, ഇന്നത്തെ ദിവസം ഫുള്ള് നമുക്കിന്ന് കറങ്ങിയാലോ, ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ ഇന്ന് കറങ്ങി നടക്കാമെന്ന് പറയും. തമാശ എന്ന് പറഞ്ഞ് നന്ദ ഗൗതമിനെ കളിയാക്കിയ. എന്തായാലും ഗൗതമും നന്ദയും ഇന്ന് അവരുടെ പ്ലാനും പ്രകാരം ആദ്യം ചെയ്ത പോലെ ഗൗതം ജോലിക്കും പോകുന്നില്ല, അതുപോലെ നന്ദ ഹോസ്പിറ്റലിലും പോകാതെ അവരിന്ന് കറങ്ങി നടക്കുവാൻ അവർ സന്തോഷത്തിൽ. ഇനി നമ്മൾ ഇങ്ങനെ ഒന്നും ഒരു കപ്പിൾസായിട്ട് കറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അതെന്താ സാറേ അങ്ങനെ? അല്ല, കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയുമാണ്, അപ്പോൾ നമ്മുടെ ഇടയിൽ വേറൊരാളും കൂടെ വരും, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കപ്പിൾസായിട്ട് നമ്മളിന്ന് കറങ്ങാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അരുൺ ബൈക്കുമായിട്ട് വരിക. ബൈക്കോട്ട് വന്നപ്പോൾ, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ്, നീ എന്താ ഇവിടെ? ഞാനിപ്പം ഒരു തമാശയോടുകൂടിയാണ് അരുണിനെ കാണിക്കുന്നത്. പെട്ടെന്ന് ഞാൻ വീട്ടിൽ ഇവിടെ വരെ ഓഫീസിൽ വരെ വന്നതാണ്, അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ കയറിയതാണ്, നിർത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് അരുണിൻ്റെ ഒരു ഫോൺ വരുമ്പോൾ വീട്ടിൽ നിന്നാണല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗൗതമനും നന്ദയ്ക്കും എന്തോ ഒരു ആകാംക്ഷ. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അരുൺ ഫോൺ വെക്കുന്നൊരു ഭാഗം. എന്താ വിഷയം? അല്ല, വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ച് എന്തോ അത്യാവശ്യമുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തോ അത്യാവശ്യം? എന്ത് അത്യാവശ്യം? എന്താണെന്നും പറഞ്ഞില്ല ഏട്ടാന്ന് പറയാം. എന്നാൽ നീ ചെല്ല് എന്ന് പറയാം. എന്തായാലും നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഇല്ല, ഞങ്ങളത് വന്നേക്കാം, നീ പൊക്കോളം പറയാം. അങ്ങനെ അരുൺ അവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്നു. ഗൗതം നന്ദയോട് ഇങ്ങനെ എന്തായിരിക്കും ഫോൺ വിളിച്ചത് എന്ന് ചിന്തിച്ച് നിൽക്കുക. അപ്പം നന്ദ പറയുക, എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ എന്ന് പറയുക. എന്തായാലും സാരമില്ല, നമുക്കിന്ന് അങ്ങോട്ട് പോകണ്ട, നമുക്കിന്ന് കറങ്ങാൻ പോകാമെന്ന് പറയുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത്. അതിനുശേഷം അരുൺ വീട്ടിലേക്ക് ചെല്ലുകയും ഈ അരുണിൻ്റെ പവിത്രനെ
പവിത്ര എന്തിനാണ് വെളിയിൽ പോയത്, പവിത്ര ആർക്കൊപ്പമാണ് വെളിയിൽ പോയത്, പവിത്രയുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും കളവ് പറഞ്ഞാണോ പോയത് എന്നതിനെക്കുറിച്ച് വലിയ അന്വേഷണം ഇന്ത്യപുരം തറവാട്ടിൽ നടത്തുകയും അതിന് പ്രകാരം അരുണിനെ ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുകയും അരുൺ കണ്ടുപിടിക്കുവാനും വേണ്ടി പോവുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഞാൻ തമ്പലേന് കൊടുത്തതുപോലെ ഗൗതമ നന്ദയും ഇന്ന് തിരക്കിലാണ്. അതിനോടൊപ്പം പിങ്കിയെ ഇന്ന് കാണുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമാകുന്ന ഭാഗം എന്ന് പറയുന്നത്. കാരണം എല്ലാ ദിവസവും പിങ്കി ഇല്ലാത്ത ദിവസമില്ലായിരുന്നു. പക്ഷേ ഇന്ന് പിങ്കിയെ കാണുന്നില്ല, ഈ എപ്പിസോഡിൽ കാണുന്നില്ല എന്നുള്ളതും പ്രധാന കാര്യമാണ്. അപ്പോൾ പിങ്കി അങ്ങ് മിസ്സിങ് അല്ല, എന്തോ അതൊരു പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പവിത്രയുടെയും സജയൻ്റെയുമാണ്. അപ്പോൾ സജയൻ്റെ എന്തോ വലിയൊരു പ്ലാനുണ്ട്. ഇന്ത്യപുരത്ത് എന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സജയൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സജയനെക്കുറിച്ചും പവിത്രയുടെയും സജയൻ്റെയും മുൻകാല ചരിത്രത്തെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുമൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ റിയൽ വിശേഷവും അതുപോലെ പ്രമോ വിശേഷവും ഒക്കെ ആയിട്ട് വൈകിട്ട് തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതിനോടൊപ്പം ആദർശിൻ്റെയും നയനയുടെയും കഥകൾ നമ്മൾ ഇടുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കയറി കാണുവാനും ലൈക്ക് അടിക്കുവാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ല. അപ്പോൾ വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.